ഹലോ ഗായ്സ്, ഇന്ന് നമുക്കില്ലേ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു തന്തൂരി ചിക്കൻ ബോക്സ് ഉണ്ടാക്കിയാലോ. നല്ല ഫ്ലേവറാണ്, നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ ഫീലിംഗ് കഴിക്കാൻ. അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പി കാണാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെക്കാം. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ചേർത്ത് കൊടുക്കുക കേട്ടോ. ബട്ടറിലാണ് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ പ്രോസസ്സ് ഇതാണ് കേട്ടോ. പാന് ചൂടാക്കുക, അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ സോൾട്ടഡ് ബട്ടറാണ് ചേർക്കുന്നത്, അൺസോൾട്ടഡ് ആയാലും ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ബട്ടർ നന്നായിട്ട് മെൽട്ടായി വരുമ്പം ലോ ഫ്ലെയിമിലാക്കുക. അതിനുശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇത് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അതുവരെ ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഒരു 300 ഗ്രാം ചിക്കൻ, എല്ലില്ലാത്ത ചിക്കൻ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഫില്ലിങ്ങിൽ ബോക്സ് ആക്കിയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാം. അതിനുശേഷം ഇതിലിട്ടിട്ട് നന്നായിട്ടൊരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് വാട്ടി കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. അതും കൂടി കൂട്ടിയിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. ആ ഒരു ചിക്കനിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിൻ്റെയൊക്കെ പേസ്റ്റ് നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അങ്ങനെ ചിക്കനും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നന്നായിട്ട് പിടിച്ച് ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് തന്തൂരി ചിക്കൻ മസാല പൗഡർ ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ അളവിൽ തന്തൂരി ചിക്കൻ മസാല പൗഡർ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്, അതും കൂടി ഇട്ട് കൊടുക്കണം. 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുരുമുളക് പൊടിൻ്റെ അളവ് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. 1/4 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലെക്സും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ചിക്കനിൽ ഉപ്പ് ചേർക്കുന്നില്ല, എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കാരണം ഞാൻ സോൾട്ടഡ് ബട്ടറാണ് ചേർത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് ഉപ്പ് ഉണ്ടാകും കേട്ടോ. അപ്പോൾ ഇതാ പൊടികളെല്ലാം ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. ആ ഒരു പച്ചച്ചുവ മാറുന്നത് വരെ ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതിലോട്ട് ഒരു ക്യാപ്സിക്കം നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതും നമ്മുടെ ചിക്കനിലേക്ക് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഇത് 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം നമ്മുടെ ക്യാപ്സിക്കൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു 2 പിടിയോളം മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിലേക്ക്. എന്നിട്ട് വീണ്ടും എല്ലാം നല്ല പോലെ ഒന്ന് മിക്സാക്കിയിട്ട് വീണ്ടും മൂടി വെച്ചിട്ട് വീണ്ടും ഒരു 5-6 മിനിറ്റ് നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ ഉപ്പ് നോക്കിയാലും കുറച്ചൊരു ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് വീണ്ടും നല്ലപോലെ മിക്സാക്കിയിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം. അങ്ങനെ ഇതാ ഒരു 10-15 മിനിറ്റിന് ശേഷം നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, ഗ്രേവിയൊക്കെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്കൊരു സ്മോക്കി ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിൽ ഒരു ചെറിയ കഷ്ണം ചാർക്കോൾ കത്തിച്ചിട്ടിട്ട് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂണ് ഓയിലും കൂടി ഒഴിച്ചിട്ട് അതൊന്ന് പുക വരുമ്പം മൂടി വെക്കാം കേട്ടോ. എന്നിട്ട് ഒരു 2 മിനിറ്റ് വെക്കാം കേട്ടോ. ആ ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് വേണ്ടെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഇതാ അത് ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ. 2 മിനിറ്റിന് ശേഷം അത് മാറ്റിയിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മയോണൈസ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ മയോണൈസ് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയി, നമ്മൾ ചാർക്കോൾ കത്തിക്കുന്നതിൻ്റെ സമയത്ത് നമ്മളിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ. കാരണം നമ്മളെല്ലാം വേവിച്ച സമയത്താണല്ലോ നമ്മൾ ചാർക്കോൾ ഫ്ലേവർ സ്മോക്കി ഫ്ലേവർ കൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫാക്കാം. അതിനുശേഷം ചാർക്കോൾ 2 മിനിറ്റ് കത്തിക്കാം. എന്നിട്ട് അത് റിമൂവ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ടൊരു 4 ടേബിൾ സ്പൂൺ അളവിൽ മയോണൈസും ഒരു 2 പിടിയോളം മൊസറല്ല ചീസും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി കഴിഞ്ഞാൽ നല്ല ക്രീമി ആയിട്ടുള്ള ഫില്ലിങ് ഇവിടെ റെഡിയായി.
ഇനി നമുക്ക് ചിക്കൻ ബോക്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് സമൂസൻ്റെ ഷീറ്റ് വേണം. അപ്പോൾ ഇതാ സമൂസ ഷീറ്റ് ഇതുപോലെ ഒരു പ്ലസ് എന്നുള്ള രീതിയിൽ വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നടുക്കായിട്ട് ഇതിൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്യാം കേട്ടോ. ഇനി ഇപ്പോൾ ഇതാ ഒരു 2 ടേബിൾ സ്പൂൺ മൈദ 1 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇതുപോലെ ഇതിൻ്റെ സൈഡിലേക്ക് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒന്ന് ഒട്ടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഫില്ലിങ് വെച്ചതിന് ശേഷം വീഡിയോ കാണുന്ന പോലെ തന്നെ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അടുത്തതും ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. എനിക്ക് മൊത്തം ഒരു 8ഓളം ബോക്സ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ക്വാണ്ടിറ്റിയിൽ കേട്ടോ. അങ്ങനെ മൊത്തം ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒരു ഫ്രൈ പാനിൽ കുറച്ച് നമുക്ക് പൊരിക്കാൻ ആവശ്യമായിട്ടുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ മീഡിയം ഫ്ലെയിമിലിടുക. എന്നിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നോർമലി നമ്മൾ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ ഇട്ടിട്ടൊരു 2 മിനിറ്റ് കഴിഞ്ഞാൽ അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു ഭാഗം ഒന്ന് മുരിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അതൊന്ന് ക്രിസ്പി ആവുന്നത് വരെ നമുക്കിത് കുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിലല്ല മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ. അങ്ങനെ ഇതൊരു 3-4 മിനിറ്റ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടിപൊളിയായിട്ടുള്ള തന്തൂരി ചിക്കൻ ബോക്സ് ഇവിടെ റെഡി ആവും കേട്ടോ. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇത് കാണുന്ന പോലെ തന്നെ കഴിക്കാനും സൂപ്പർ ടേസ്റ്റാട്ടോ. നല്ല ഉള്ളിൽ നല്ല ചീസിയും ക്രീമി ആയിട്ടുള്ള ഫില്ലിങ്ങും പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ആ ഒരു ടെക്സ്ചറൊക്കെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം ബനൂസ് വേൾഡ്. താങ്ക് യു.